ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റംലാസ് കിച്ചണിലെ റെസിപ്പി ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. നമ്മൾ ചപ്പാത്തി, പൊറോട്ട, അതുപോലെ നാൻ, ബട്ടൂർ ഇതൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ദാൽ മഖനി കറി. ഈ കറി നോർത്ത് ഇന്ത്യൻ്റെ കറിയാണ്. നമ്മൾ ഡൽഹി അതുപോലെ തന്നെ ബാംഗ്ലൂർ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും ഫേമസ് ആയിട്ട് കിട്ടുന്ന ഒരു കറിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയുള്ള ചേരുവകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം, സപ്പോർട്ട് തരാം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, നമുക്ക് സമയം കളയാതെ വീഡിയോ കാണാം. ഞാൻ ദാൽ മഖനി കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇതേപോലുള്ളൊരു പയറാണ്. ഇതിൻ്റെ പേര് രാജ്മ പയറാണിത്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും നമ്മൾക്ക് കിട്ടുന്നതാണ്. അത് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മൾ ഫുൾ തൊലിയൊന്നും കളയാതെ ബ്ലാക്ക് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അതിനുശേഷം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഒരു ഓവർനൈറ്റ് നമുക്കിത് വെള്ളത്തിൽ പുതിർത്തി വെക്കണം. നല്ലതുപോലെ നമ്മൾ പയറൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്. ഞാനൊരു ഓവർനൈറ്റ് ഇതൊന്ന് അടച്ച് വെച്ചതാണ്. ഞാൻ ഓവർനൈറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിതൊന്ന് വേവിക്കാൻ വേണ്ടി എടുക്കുന്നത്. നമ്മൾ പയറൊക്കെ നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ട് നമ്മൾ ഇട്ടതിനേക്കാളും വലുപ്പം വന്നിട്ടുണ്ട്. നമ്മൾ രാജ്മ പയറൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊരു കുക്കറിലേക്ക് വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ സോഫ്റ്റാക്കി വേവിച്ചെടുക്കാം. പയറിന് നല്ല വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ കുറച്ച് സമയം ഗ്യാസ് കൂട്ടി വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് നന്നായി കുറച്ച് ഒരു 3-4 വിസിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഓരോ കുക്കറിനെയും ഓരോ വേവാണ്, അതനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. ഇനി നമ്മൾക്കതിൻ്റെ മസാല ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, പഴുത്ത തക്കാളി. അത് നന്നായി അരച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. അത് നല്ലതുപോലെ ചൂടായിട്ട് തന്നെ വരണം. ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ബട്ടറും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മെൽറ്റാക്കിയിട്ടെടുക്കുക. നമ്മൾ ബട്ടറൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊടിയായി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വാട്ടിയെടുക്കാം. നമ്മളെ ഉള്ളിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ട് നല്ല ഫ്രൈ പോലെ ആയിട്ട് വരണം. അതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിയും പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നമ്മളെ തക്കാളിയുടെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ട് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അതുവരെ നമ്മൾക്കിതൊന്ന് കുറച്ച് സമയം കൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നമ്മൾ അടച്ചിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കണ്ടാൽ മനസ്സിലാവും നമ്മൾ തക്കാളിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കൊണ്ട് വരുന്നുണ്ട്, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ തക്കാളി പേസ്റ്റായിട്ട് വരണം ഇത്. അതാണ് മസാലൻ്റെ ഒരു കണക്ക്. അതിന് ശേഷം വേണം നമ്മൾ മറ്റുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ വീണ്ടും നമ്മളത് ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചതാണ്. അടച്ച് വെച്ചപ്പോൾ ഇത് തുറന്നപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി ഇതേപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണ് നമ്മൾ നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ആക്കിയിട്ടെടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാലൻ്റെ പച്ച മണമൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് നമ്മൾക്ക് മറ്റ് പയറൊക്കെ ചേർക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ ചെറിയ തീയിൽ നല്ലതുപോലെ അതിൻ്റെ ഉള്ളിയും തക്കാളിയും മസാലകളൊക്കെ നല്ലതുപോലെ അതിൻ്റെ പച്ച മണമൊക്കെ പോയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വേവിച്ച് വെച്ച
നമ്മൾ പയറും ചേർത്ത് കൊടുക്കാം. ഞാൻ പയർ ഒരു 6 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചതാണ്. പയറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ പയർ അതിലേക്ക് വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ പയറും മസാലയൊക്കെ നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് എടുക്കണം. ഇതൊരു കുറുകിയ ചാറായിട്ടാണ് കിട്ടുക. അധികം ലൂസൊന്നും ഉണ്ടാവില്ല ഈ കറി. ഈ കറി എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയിൽ വേണം നമുക്കിതെടുക്കാൻ വേണ്ടി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതിനൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് ഞാൻ ഇതിൽ തീരെ കുറച്ച് കറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ട് തന്നെ വരണം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ അതേപോലെ ചപ്പാത്തിക്ക് എല്ലാത്തിനും നമ്മൾക്ക് പറ്റുന്ന ഒരു കറി തന്നെയാണ് ഇത്. ഇതെല്ലാവരും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയുക. നമ്മളെ കറിയെല്ലാം നല്ലതുപോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്, കുറുകിയിട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതേ വേണം കറി എടുക്കാൻ വേണ്ടി. നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിലാക്കിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ബട്ടർ നന്നായിട്ട് അതിൻ്റെ മുകളിൽ കിടന്ന ചൂടിൽ മെൽറ്റായിട്ട് വരണം. നമുക്കതൊന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഈ കറിക്കൊരു ടേസ്റ്റ് വേറെ ലെവലായിട്ട് വരും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം. അതേപോലെ തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാൻ ഇതേപോലെയുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.